നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കയ്പമംഗലത്ത് SFI ഏരിയ സെക്രട്ടറിക്കും പിതാവിനും മർദ്ദനമേറ്റു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി വടക്കൂട്ട് അശ്വിൻ, പിതാവ് സന്തോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കൊരട്ടിയിൽ വൻ ലഹരി മരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി കണ്ണൂർ സ്വദേശി മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണനാണ് പിടിയിലായത്. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിലപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. തുടർന്ന് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്ത് SFI ഏരിയ സെക്രട്ടറിക്കും പിതാവിനും മർദ്ദനമേറ്റു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി വടക്കൂട്ട് അശ്വിൻ, പിതാവ് സന്തോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് കയ്പമംഗലം ബീച്ച് ഡോക്ടർ പടിയിൽ വെച്ചാണ് സംഭവം. അശ്വിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിനിടെയാണ് മർദ്ദനമുണ്ടായത്. അക്രമത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് SFI ആരോപിച്ചു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊരട്ടിയിൽ വൻ ലഹരി മരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിലായി. കണ്ണൂർ ഇരിട്ടിവിളമന സ്വദേശി മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണനാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തുന്നുവെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി DYSP PR അശോകൻ, റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP L മുരളി, കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ NA അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന 15 ഗ്രാമോളം MDMAയുമായി കണ്ണൂർ ഇരിട്ടി വിളമന സ്വദേശി മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണ പിടിയിലായത്. യുവാവിന്റെ പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരിയാണ് കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിൽ എത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മധുരവായന പദ്ധതിയുടെ വാർഷികവും നടന്നു. ഐരാണിക്കുളം സർക്കാർ ഹൈസ്കൂൾ അധ്യാപിക ഇന്ദുലേഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീലത മുഖ്യാതിഥിയായിരുന്നു. വടമ DVLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥന്റെ ഓണറേറിയം ഉപയോഗിച്ചാണ് മധുരവായന പദ്ധതി നടപ്പാക്കിയത്. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിലപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. തുടർന്ന് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. 1ാം ദിവസം ഭാഗവത ഉൽപ്പത്തി, സൂത്രശൗനക സംവാദം, വ്യാസനാരദ സംവാദം, ശ്രീശുക ആഗമനം, ശ്രീശുക പരിഷത്ത് സംവാദം, ബ്രഹ്മനാരദ സംവാദം, ചുതശ്ലോകി ഭാഗവതം, വിദൂര ഉദ്ധവ സംവാദം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. കാവനാട് മന രാമൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹയജ്ഞം മെയ് 26-ന് സമാപിക്കും. നേരത്തെ സ്മരിച്ചു, വേദത്തെ 4ആക്കി ഭാഗിച്ചു, മഹാഭാരതം എന്ന ഇതിഹാസത്തെ എഴുതി, മറ്റ് ധാരാളം പുരാണങ്ങളെ രചിച്ചു. എന്നിട്ടും അകൃതാർത്ഥ, അദ്ദേഹത്തിനൊരു കൃതാർത്ഥത വന്നില്ല എന്നാണ്. മനസ്സിന് പൂർണ്ണമായി ഒരു തൃപ്തി വന്നില്ല. അദ്ദേഹം ചിന്തിക്കുകയാണ്, സാധാരണ ആർക്കാണ് മനസ്സിന് തൃപ്തി ഇല്ലാതെ വരിക? അവനവന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന ആൾക്കാർ, എന്നുവെച്ചാൽ സ്വാർത്ഥന്മാര്. അവർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. എന്തൊക്കെ തന്നെ കിട്ടിയാലും അവർക്ക് തൃപ്തി എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ മനസ്സാ വാച ക്രമണ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നോക്കൂ. അവർ നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് പോലും തൃപ്തിപ്പെടും. സ്വയം ചിന്തിക്കുക, മനസ്സമാധാനം ഉണ്ടോ ഇല്ലയോ എന്ന്. മനസ്സമാധാനം ഇല്ല എന്നാണെങ്കിൽ അതിൽ കാരണവും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചു. നമുക്ക് വേദവ്യാസ ഭഗവാൻ ഈ ചില പ്രവൃത്തി മുഴുവൻ ജനങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കയ്പമംഗലത്ത് SFI ഏരിയ സെക്രട്ടറിക്കും പിതാവിനും മർദ്ദനമേറ്റു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി വടക്കൂട്ട് അശ്വിൻ, പിതാവ് സന്തോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്.
കൊരട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി കണ്ണൂർ സ്വദേശി മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണനാണ് പിടിയിലായത്. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിലപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. തുടർന്ന് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.